ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. സോ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് തീർത്തും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഓറിയൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഇടാറ്. സോ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്കൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലാസ്സുകൾ കാണുക, അതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. ഇംഗ്ലണ്ട് ഫേസസ് ഫസ്റ്റ് എവർ റെഡ് വെതർ വാർണിംഗ് ഓവർ എക്സ്ട്രീം ഹീറ്റ് വേവ്. അപ്പോൾ എക്സ്ട്രീം ഹീറ്റ് വേവിന് ശേഷം ഇംഗ്ലണ്ട് ഫസ്റ്റ് എവർ റെഡ് വെതർ വാർണിംഗ് നേരിട്ടിരിക്കുകയാണ്. സോ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എ റെഡ് വാർണിംഗ്, ദ ഹയസ്റ്റ് യൂസ്ഡ് ബൈ ദ മെറ്റ് ഓഫീസ് അണ്ടർ ഇറ്റ്സ് അലേർട്ട് സിസ്റ്റം, മീൻസ് എ റിസ്ക് ടു ലൈഫ് ഈസ് ലൈക്ലി ആസ് ടെമ്പറേച്ചേഴ്സ് കുഡ് ഹിറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ടച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ്ട്രീം ഹീറ്റ് വേവ് ആണ് വന്നിരിക്കുന്നത്. സോ അറൗണ്ട് 40 ഡിഗ്രി സെൽഷ്യസ് ടച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഹ്യൂമൻ ലൈഫിനൊക്കെ ഡേഞ്ചറസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ മെട്രോളജിക്കൽ ഓഫീസ് ഇപ്പോൾ റെഡ് വെതർ വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. ദ അൺപ്രസിഡൻറ്റഡ് വാർണിംഗ് ഇംപ്ലൈസ് ദർ ഇസ് എ ഡേഞ്ചർ ടു ലൈഫ് അക്രോസ് ഓൾ ഏജ് ഗ്രൂപ്പ്സ് ആൻഡ് ഇസ് ക്ലാസ്ഡ് ആസ് എ നാഷണൽ എമർജൻസി. അപ്പോൾ അത് നാഷണൽ എമർജൻസി ആയിട്ട് കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. MOS കൾച്ചർ, അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കൾച്ചർ ആയിട്ടുള്ള ശ്രീ അർജുൻ രാം മേഘ്വാൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ആസാദി കാ അമൃത് മഹോത്സവ് 22nd ഭാരത് രംഗ് മഹോത്സവ് 2022. അപ്പോൾ ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ട് 22nd ഭാരത് രംഗ് മഹോത്സവ് ഇനോഗ്രേറ്റ്, അതായത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കൾച്ചർ ആയിട്ടുള്ള ശ്രീ അർജുൻ രാം മേഘ്വാൾ. സോ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹി ഈസ് ഓർഗനൈസിംഗ് എ ഫെസ്റ്റിവൽ ആസാദി കാ അമൃത് മഹോത്സവ് 22nd ഭാരത് രംഗ് മഹോത്സവ് 2022 ആസാദി സെഗ്മെന്റ് to remember and pay tribute to our freedom fighters under Azadi Ka Amrit Mahotsav 2022 from 16th July to 14th August 2022. അപ്പോൾ ആസാദി കാ അമൃത് മഹോത്സവിൽ 22nd ഭാരത് രംഗ് മഹോത്സവ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആസാദി കാ അമൃത് മഹോത്സവ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അർജുൻ രാം മേഘ്വാൾ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഈസ് എ തിയേറ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി, ഇന്ത്യ. അപ്പോൾ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത് അതൊരു തിയേറ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ന്യൂഡൽഹിയിലുള്ളൊരു തിയേറ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഈ ആസാദി കാ അമൃത് മഹോത്സവ് 22nd ഭാരത് രംഗ് മഹോത്സവ് എന്തിനാണ് എന്തിനാണത് ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമെമ്പർ ആൻഡ് പേ ട്രിബ്യൂട്ട് ടു അവർ ഫ്രീഡം ഫൈറ്റേഴ്സ്. അപ്പോൾ ഫ്രീഡം ഫൈറ്റേഴ്സിന് അവരെ സ്മരിക്കുകയും അവർക്ക് ട്രിബ്യൂട്ട് പേ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആസാദി കാ രംഗ് മഹോത്സവ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 22nd ഭാരത് രംഗ് മഹോത്സവ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CSIR CECRI GODI India join hands to make advanced lithium ion cells in Chennai. അപ്പോൾ CSIR CECRI, അതായത് സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് CSIR CECRI എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ GODI ഇന്ത്യ കൂടിയിട്ട് ജോയിൻ ഹാൻഡ്സ് അവർ കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് അഡ്വാൻസ്ഡ് ലിഥിയം അയോൺ സെൽസ് ഇൻ ചെന്നൈ. അപ്പോൾ ചെന്നൈയിൽ അഡ്വാൻസ്ഡ് ലിഥിയം അയോൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം.
Central Electrochemical Research Institute and GODI India have entered into a public-private partnership to operate and maintain an advanced lithium-ion cell manufacturing facility in Taramani, Chennai. അപ്പോൾ താരാമണി ചെന്നൈയിൽ അവർ ലിത്തിയം അയോൺ സെല്ല് മാനുഫാക്ചറിങ് ലിത്തിയം അയോൺ ബാറ്ററി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ചേർന്നിരിക്കുന്നത്. This will be the country's first ever public-private partnership for the manufacturing of a large-scale advanced lithium-ion cells. Established in 1953, CECRI, അതായത് സെൻട്രൽ ഇലക്ട്രോകെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാരൈക്കുടി ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇലക്ട്രോകെമിക്കൽ ലാബോറട്ടറീസ്. അപ്പോൾ CECRI എന്ന് പറയുന്നത് കാരാക്കുടിയിലത്തെ CECRI എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1953 അത് ഇന്ത്യയിലത്തെ ഒരു വലിയൊരു ഇലക്ട്രോകെമിക്കൽ ലാബോറട്ടറിയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി അറ്റ് 114 ഗിഗാവാട്ട് ടിൽ ജൂൺ എൻഡ്. അപ്പോൾ ജൂൺ എൻഡ് വരെ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി എന്ന് പറയുന്നത് 114 ഗിഗാവാട്ട്സ് ആണ് ജൂൺ എൻഡ് വരെ. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇന്ത്യാസ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി എക്സ്ക്ലൂഡിങ് ലാർജ് ഹൈഡ്രോ. അപ്പോൾ ലാർജ് ഹൈഡ്രോ ഒഴികെ ബാക്കി ഉള്ളത് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി എടുത്ത് നോക്കിയാൽ 114.07 ഗിഗാവാട്ട്സ് ആണ് എത്തി നിൽക്കുന്നത് ജൂൺ എൻഡിൽ, ഈ വർഷത്തിൽ ജൂൺ എൻഡിൽ. സോ വൈൽ 60.66 ഗിഗാവാട്ട് ഓഫ് പ്രൊജക്ട്സ് ആർ അണ്ടർ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ 60.66 ഗിഗാവാട്ട്സ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലാണ് ഉള്ളത്. ദ ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി ഇൻക്ലൂഡിംഗ് ലാർജ് ഹൈഡ്രോ in the total installed electricity generation capacity in the country was 39.85% as on 30th June 2022. അപ്പോൾ ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 114 ഗിഗാവാട്ട്സ് ആണ് ജൂൺ എൻഡിൽ 114.07 ആണ് എക്സാക്റ്റ് വാല്യൂ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സെയിം ന്യൂസ് മലയാളത്തിലുള്ളതിൻ്റെ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SpaceX Dragon കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ഡോക്സ് അറ്റ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ SpaceX Dragon കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. SpaceX Dragon റീസപ്ലൈ സ്പേസ് ക്രാഫ്റ്റ് ക്യാരിയിങ് മോർ ദാൻ 5,800 pounds ഓഫ് science experiments, crew supplies and other cargo is on its way to the International Space Station. The spacecraft launched on a Falcon 9 rocket from the launch pad 39A at Kennedy for the company's 25th commercial resupply services mission for NASA. അപ്പോൾ SpaceX Dragon കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഞാനിത് ഒരു പ്രാവശ്യം വായിച്ചു. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. അതേപോലെ മലയാളത്തിൽ നോട്ട്സ് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാനും ഇത് ഉപകാരപ്രദമായിരിക്കും. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എക്സ്പാറ്റ് ഇൻസൈഡർ റാങ്കിങ്സ് ഫോർ 2022. മെക്സിക്കോ ടോപ്സ് ദ ലിസ്റ്റ്. ഇന്ത്യ ഓൺ 36th റാങ്ക് ഔട്ട് ഓഫ് 52 കൺട്രീസ്. അപ്പോൾ 52 കൺട്രികളുടെ എക്സ്പാറ്റ് ഇൻസൈഡർ റാങ്കിങ്സ് 2022 റിലീസ് ചെയ്തു. അതിൽ ഫസ്റ്റ് റാങ്കിൽ എത്തിയിട്ടുള്ളത് മെക്സിക്കോ ആണ്. ഇന്ത്യയുടെ റാങ്ക് 36th റാങ്കാണ് 52 കൺട്രികളിൽ. സോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. മെക്സിക്കോ ഹാസ് ടോപ്ഡ് ദ എക്സ്പാക്ട് ഇൻസൈഡർ റാങ്കിങ്സ് ഫോർ 2022 വിച്ച് വാസ് റിലീസ്ഡ് ബൈ ദ ഇന്റർ നേഷൻസ് റീസെൻ്റ്ലി, while India has been ranked 36th position out of 52 countries on the list with a high affordability score. Indonesia is in second spot, while Taiwan, Portugal, Spain, UAE, Vietnam, Thailand, Australia and Singapore are among the top 10 countries. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ, അതായത് ടോപ്പ് 10 കൺട്രീസിലുള്ള മറ്റ് രാജ്യങ്ങളാണ് തായ്വാൻ, പോർച്ചുഗൽ, സ്പെയിൻ, UAE, വിയറ്റ്നാം, തായ്ലൻഡ്, ഓസ്ട്രേലിയ, അതേപോലെ സിംഗപ്പൂർ. സോ an expatriate is a person who resides outside native country. അതായത് ജനിച്ച നാട്ടിൽ നിന്നും വേറെ നാട്ടിൽ താമസിക്കുന്ന ആളെയാണ് എക്സ്പാട്രിയേറ്റ് എന്ന് പറയുന്നത്. എക്സ്പാട്രിയേറ്റ്.
റിസൈഡ് ചെയ്യുന്നത് ഔട്ട്സൈഡ് കൺട്രി, നേറ്റീവ് കൺട്രിയിലല്ല ഔട്ട്സൈഡ് കൺട്രിയിലായിരിക്കും. അങ്ങനത്തെ ആൾക്കാരെയാണ് എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറയുക. അപ്പോൾ എക്സ്പാട്രിയേറ്റ്സ് ഇൻസൈഡർ റാങ്കിങ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ മെക്സിക്കോയിലാണ് കൂടുതൽ എക്സ്പാട്രിയേറ്റ്സ് ഉള്ളത്. അതേപോലെ ഇന്ത്യയിൽ 36th റാങ്കാണ് ഇന്ത്യയുടെ. സോ ടോപ്പ് 10 കൺട്രീസ് ഇപ്പോൾ നമ്മൾ വായിച്ചു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിൻ്റെ മുമ്പ് സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജവഹർലാൽ നെഹ്റു പോർട്ട് ബിക്കംസ് എ ഫസ്റ്റ് 100% ലാൻഡ് ലോഡ് മേജർ പോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ജവഹർലാൽ നെഹ്റു പോർട്ട് ഫസ്റ്റ് 100% ലാൻഡ് ലോഡ് മേജർ പോർട്ട് ഓഫ് ഇന്ത്യ ആയി മാറിയിരിക്കുകയാണ്. സോ ഇതൊന്ന് വായിച്ച് നോക്കാം. ജവഹർലാൽ നെഹ്റു പോർട്ട് ഹാസ് ബിക്കം ദ ഫസ്റ്റ് മേജർ പോർട്ട് ഓഫ് ദ കൺട്രി ടു ബിക്കം എ 100% ലാൻഡ് ലോഡ് പോർട്ട് ഹാവിംഗ് ഓൾ ബർത്ത്സ് ബീയിങ് ഓപ്പറേറ്റഡ് ഓൺ ദ PPP മോഡൽ. Currently 5 container terminals are operated at JNP, of which only one is port owned. With its state-of-the-art facilities, JNP meets all the international standards, user-friendly atmosphere and excellent connectivity by rail and road. Jawaharlal Nehru Port Authority at Navi Mumbai is a premier port in India. അപ്പോൾ ജവഹർലാൽ നെഹ്റു പോർട്ട് 100% ലാൻഡ് ലോഡ് മേജർ പോർട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കുകയാണ്. ഫസ്റ്റ് 100% ലാൻഡ് ലോഡ് മേജർ പോർട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NIIFL acquires stake in Jammu and Kashmir Tunnel Road Navayuga Quazigund Expressway for 3,036 crore. NIIFL acquires stake, അതായത് ജമ്മു ആൻഡ് കശ്മീർ ടണൽ റോഡ് നവയുഗ ക്വാസിഗുണ്ട് എക്സ്പ്രസ് വേയുടെ സ്റ്റേക്ക് മേടിച്ചിരിക്കുകയാണ്, അക്വയർ ചെയ്തിരിക്കുകയാണ് NIIFL. നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ആണ് ഇത് അക്വയർ ചെയ്തിരിക്കുന്നത്. 3036 കോടി രൂപയ്ക്കാണ് ഈ സ്റ്റേക്ക് അക്വയർ ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്ന് വായിക്കാം. നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഹാസ് പിക്ഡ് അപ്പ് എ സ്റ്റേക്ക് ഇൻ ടണൽ റോഡ് നവയുഗ ക്വാസിഗുണ്ട് എക്സ്പ്രസ് വേ ഇൻ ജമ്മു ആൻഡ് കശ്മീർ ഫോർ അബൌട്ട് ₹3,036 crore, അതായത് അറൗണ്ട് $380 million ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് അസറ്റ് ബേസ്. അതിൻ്റെ അസറ്റ് ബേസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണിത് ഈ ഒരു അക്വിസിഷൻ നടത്തിയിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തമിഴ്നാടു ആൻഡ് ഉത്തർപ്രദേശ് ടോപ്പ് ഇൻ സ്മാർട്ട് സിറ്റി ഫണ്ട് യൂട്ടിലൈസേഷൻ. അപ്പോൾ സ്മാർട്ട് സിറ്റി ഫണ്ട് യൂട്ടിലൈസേഷന് തമിഴ്നാടും ഉത്തർപ്രദേശുമാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. തമിഴ്നാടു ടോപ്സ് ദ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് സോ ഫാർ ആസ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് അണ്ടർ ദ ഗവൺമെൻറ്റ്സ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് സിറ്റി മിഷൻ ഈസ് കൺസേൺഡ്. While Tamil Nadu has spent over 3,932 crore out of the 4,333 crore released by the center, Uttar Pradesh is at second position with utilization of 2,699 crore rupees out of the central share release of 3,142 crore rupees. അപ്പോൾ സ്മാർട്ട് സിറ്റി ഫണ്ട് യൂട്ടിലൈസേഷനിൽ തമിഴ്നാടും ഉത്തർപ്രദേശുമാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. വേൾഡ് ചെസ് ഡേ 20th ജൂലൈനാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ വേൾഡ് ചെസ് ഡേ 20th July. On 12th December 2019, the General Assembly proclaimed 20th July as World Chess Day to mark the date of establishment of the International Chess Federation in Paris in 1924. സോ 12 December 2019 ഇത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. 20th July ആസ് എ വേൾഡ് ചെസ് ഡേ. സോ FID കറൻ്റ്ലി ഹാസ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ്. FIDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൂസൺ, സ്വിറ്റ്സർലാൻഡിലാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ മൂൺ ഡേ 20th July. അപ്പോൾ ഇൻ്റർനാഷണൽ മൂൺ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 20th July-നാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ദ ജനറൽ അസംബ്ലി ഡിക്ലെയർഡ് ഇൻ്റർനാഷണൽ മൂൺ ഡേ എ യുണൈറ്റഡ് നേഷൻസ് ഡെസിഗ്നേറ്റഡ് ഇൻ്റർനാഷണൽ ഡേ ടു ബി ഒബ്സർവ്ഡ് ആനുവലി ഓൺ 20th July
in its resolution 76/76 on international cooperation in the peaceful uses of outer space in 2021. The International Moon Day marks the anniversary of first landing by humans on moon as a part of the Apollo 11 lunar mission. അപ്പോൾ Apollo 11 lunar missionൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഹ്യൂമൻസ് ലാൻഡ് ചെയ്തത്, അതായത് ഫസ്റ്റ് ഹ്യൂമൻസ് ലാൻഡ് ചെയ്തത് 20th ജൂലൈയിലാണ്. സോ ജൂലൈ 16, 1969 അപ്പോൾ അത് പ്രമാണിച്ചിട്ടാണ്, അത് ആ ഒരു ഡേ റിമെമ്പർ ചെയ്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ മൂൺ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 20th ജൂലൈ. അപ്പോൾ അപ്പോളോ 11 ലോഞ്ച് ഫ്രം കേപ്പ് കെനഡി ഓൺ 16 ജൂലൈ 1969 ക്യാരിയിങ് കമാൻഡർ നീൽ ആംസ്ട്രോങ്. അപ്പോൾ നീൽ ആംസ്ട്രോങ്ങിൻ്റെ കമാൻഡറായിട്ട് നീൽ ആംസ്ട്രോങ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. 16 ജൂലൈ 1969 ലോഞ്ച് ചെയ്യുമ്പോൾ. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് ₹48,000 crore ഫോർ സ്മാർട്ട് സിറ്റീസ് മിഷൻ ഓവർ 5 years. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് ₹48,000 crore പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്മാർട്ട് സിറ്റീസ് മിഷന്. അപ്പോൾ 5 വർഷത്തേക്ക്. സോ നമുക്കൊന്ന് വായിക്കാം. As per the Smart Cities Mission guidelines, the central government will provide financial support to extent of ₹48,000 crore over 5 years. That is on an average 100 crore per year. അപ്പോൾ 100 കോടി രൂപ പെർ ഇയർ, ഏകദേശം 100 കോടി രൂപ പെർ ഇയർ വെച്ചിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഫോർ എ സ്മാർട്ട് സിറ്റീസ് മിഷന് വേണ്ടിയിട്ട്. An equal amount on a matching basis will be contributed by the state government or urban or local body. സോ അതേപോലെ 100 കോടി വെച്ചിട്ട് ഒരു വർഷത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലോക്കൽ അർബൻ ബോഡിയോ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ലോഞ്ച്ഡ് നശാമുക്ത് ഭാരത് അഭിയാൻ ഇൻ 272 മോസ്റ്റ് വൾണറബിൾ ഡിസ്ട്രിക്ട്സ് സിൻസ് ഓഗസ്റ്റ് 2020 ടു അഡ്രസ് പ്രോബ്ലം ഓഫ് ഡ്രഗ് അബ്യൂസ്. സോ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നശാമുക്ത് ഭാരത് അഭിയാൻ. 272 മോസ്റ്റ് വൾണറബിൾ ഡിസ്ട്രിക്ട്സ് ലാണിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 2020 മുതൽക്കാണ് 272 മോസ്റ്റ് വൾണറബിൾ ഡിസ്ട്രിക്ട്സിൽ ഡ്രഗ് അബ്യൂസിൻ്റെ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നശാമുക്ത് ഭാരത് അഭിയാൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഹാസ് ലോഞ്ച്ഡ് നശാമുക്ത് ഭാരത് അഭിയാൻ ഇൻ 272 മോസ്റ്റ് വൾണറബിൾ ഡിസ്ട്രിക്ട്സ് സിൻസ് ഓഗസ്റ്റ് 2020 to address the problem of a drug abuse among youth in India. Under Nashamukt Bharat Abhiyan, special emphasis is laid on the participation of stakeholders such as women, children, educational institutions and a civil society organization. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നശാമുക്ത് ഭാരത് അഭിയാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ 272 മോസ്റ്റ് വൾണറബിൾ ഡിസ്ട്രിക്ട്സിലാണ് 2020 മുതൽക്കാണിത് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത്. സോ അണ്ടർ നശാമുക്ത് ഭാരത് അഭിയാൻ ഈ സ്പെഷ്യൽ എംഫസിസ് കൊടുക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, അതേപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, സ്കൂൾസ്, കോളേജസ് ഒക്കെ ഇല്ലേ, അതൊക്കെ, അതേപോലെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനൊക്കെയാണ് സ്പെഷ്യൽ എംഫസൈസ് ചെയ്യുന്നത് ഇവിടെയൊക്കെയാണ്. കാരണം കൂടുതൽ ഡ്രഗ് അബ്യൂസ് നടക്കുന്നത് ഈ സ്ഥലങ്ങളിലും അതേപോലെ ഇവരിലുമാണ് കൂടുതലായിട്ട് ഡ്രഗ് അബ്യൂസ് നടക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 2,877 electric vehicle charging stations sanctioned across country under phase 2 of a FAME India scheme. FAME India സ്കീമിൻ്റെ അണ്ടറിൽ phase 2 സ്കീമിൽ 2,877 ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻസ് സാങ്ഷൻ ചെയ്തിരിക്കുകയാണ് ഫെയിം ഇന്ത്യ സ്കീമിൽ, phase 2 ഓഫ് ഫെയിം ഇന്ത്യ സ്കീമിൽ. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ ഗവൺമെൻറ് ഹാസ് സാങ്ഷൻഡ് 2,877 ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻസ് ഇൻ 68 cities അക്രോസ് 25 states and union territories under phase 2 of FAME India scheme
ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫെയിമിൻ്റെ ഫുൾ ഫോമാണിത്, ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. The government has formulated FAME India scheme in 2015 to improve the infrastructure required for a large scale use of electric vehicles. അപ്പോൾ ഈ ഫെയിം ഇന്ത്യ സ്കീം 2015 തുടങ്ങിയത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർഡ് ഫോർ ലാർജ് സ്കെയിൽ യൂസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലാർജ് സ്കെയിലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്, ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മിസ് ജയന്തി പ്രസാദ് അപ്പോയിൻറ്റഡ് ആസ് എ ഹോൾ ടൈം മെമ്പർ ഓഫ് IBBI. അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹോൾ ടൈം മെമ്പറായിട്ട് ജയന്തി പ്രസാദിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. ഇൻ എക്സസൈസ് ഓഫ് ദ പവേഴ്സ് കൺഫേർഡ് ബൈ സെക്ഷൻ 189 ഓഫ് ദി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016, 31 of 2016, the central government appointed Ms. Jayanti Prasad as a whole-time member of the Insolvency and Bankruptcy Board of India for a period of 5 years or up to age of 65 years or until further orders. അപ്പോൾ ഒരു പുതിയ ഓർഡർ വരുന്നത് വരെയോ അല്ലെങ്കിൽ 65 ഇയേഴ്സ് വരെയോ അല്ലെങ്കിൽ അടുത്ത 5 ഇയേഴ്സ് വരെയോ ഇതിൽ ഏതെങ്കിലും ഒരു ടേം വരെയായിരിക്കും ഈ ജയന്തി പ്രസാദ് ചാർജ് ഏറ്റെടുക്കുക. അതായത് ഈ ടൈം വരെ സെർവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഹോൾ ടൈം മെമ്പറായിട്ട് സെർവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രവി മിട്ടൽ എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ IBBIയുടെ ചെയർപേഴ്സൺ ആണ് രവി മിട്ടൽ. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ന്യൂസ്, RBI devises 4-tier regulatory framework for urban cooperative banks. അപ്പോൾ RBI 4-tier regulatory framework ഡിവൈസ് ചെയ്തിരിക്കുകയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് വേണ്ടിയിട്ട്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. RBI has stipulated a minimum net worth of 2 crore for Tier 1 urban cooperative banks operating in single district and 5 crore rupees for all other UCBs, അതായത് urban cooperative banks of all tiers. അപ്പോൾ RBI സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ് മിനിമം നെറ്റ് വർത്ത് ഓഫ് 2 crore ഫോർ Tier 1 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനും അതേപോലെ Tier 2 5 കോടി രൂപ ഫോർ ഓൾ അതർ UCBs, അതായത് ബാക്കിയുള്ള എല്ലാ ടയറുകൾക്കും 2, 3, 4 ടയറുകൾക്കും 5 crore റുപ്പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നെറ്റ് വർത്തായിട്ട്. സോ മിനിമം CRAR റിക്വയർമെൻറ്റ് ഫോർ Tier 1 ബാങ്ക്സ് ഇസ് റീറ്റെയിൻഡ് അറ്റ് ദ പ്രസൻറ്റ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് 9%. അപ്പോൾ CRAR റിക്വയർമെൻറ്റ് ഫോർ Tier 1 ബാങ്ക്സ് റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് 9% ആയിട്ട് അണ്ടർ കറണ്ട് ക്യാപിറ്റൽ അഡ്വക്കസി ഫ്രെയിംവർക്ക് ബേസ്ഡ് ഓൺ Basel I norms. So RBI decision is based on the report submitted by NS Vishwanathan committee on UCBs. അപ്പോൾ RBI 4-tier റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്, ഡിവൈസ് ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അണ്ടർ RBI's ombudsman scheme, 7,813 complaints received against digital apps and recovery agents. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അണ്ടർ RBIയുടെ ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരം 7,813 കംപ്ലയിൻറ്റ്സ് റിസീവ് ചെയ്തിരിക്കുകയാണ് ഡിജിറ്റൽ ആപ്സിനെയും അതേപോലെ എഗെയിൻസ്റ്റ് ഡിജിറ്റൽ ആപ്സ് ആൻഡ് റിക്കവറി ഏജൻസിനെതിരെ 7,813 കംപ്ലയിൻ്റാണ് ലോഡ്ജ് ചെയ്തിരിക്കുന്നത്. As many as 7,813 complaints against banks and non-banking finance companies pertaining to digital lending applications and recovery agents were received under the integrated ombudsman scheme of the Reserve Bank of India during the last financial year, according to the central government. അപ്പോൾ മൊത്തം ബാങ്ക്സിനും NBFCസിനും എതിരെയായിട്ടാണ് 7,813 കംപ്ലയിൻറ്റ്സ് ലോഡ്ജ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്തിരിക്കുന്നത് ഈ
ഓംബുഡ്സ്മാൻ ബാങ്കിങ് RBIയുടെ ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരം ഇത്രയും കംപ്ലയിൻ്റാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ആൻഡ് RBI മെഷേഴ്സ് governments and RBI's measures help banks recover bad loans worth over 8.6 lakh crore in last 8 fiscal years. അപ്പോൾ ഗവൺമെൻറ് RBI മെഷേഴ്സും ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ് ബാങ്ക്സിനെ ബാഡ് ലോൺസ് റിക്കവർ ചെയ്യാൻ. 8.6 lakh crore റുപ്പീസിൻ്റെ ബാഡ് ലോൺസ് റിക്കവർ ചെയ്യാൻ ഇവരുടെ മെഷേഴ്സ് ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ RBIയുടെ മെഷേഴ്സ് 8 ഫിസിക്കൽ ഇയേഴ്സിൽ. സോ നമുക്കൊന്ന് വായിക്കാം. As a result of comprehensive steps are taken by the government and RBI to check the cases of NPAs and bring them down, scheduled commercial banks recovered rupees 8,60,369 crore over the last 8 financial years provisional data from NPAs. അപ്പോൾ NPAs ഒക്കെ ബ്രിങ് ഡൗൺ ചെയ്യേണ്ട ടാർഗറ്റ് പ്രകാരം ഗവൺമെൻറ്റും RBIയും കൂടി ചെക്ക് ചെയ്തതാണ് NPAസിനെ കമ്മിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത്. NPA എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ് അർത്ഥം. സോ കുറച്ച് നമ്മളിപ്പോൾ ബാങ്കിൽ കുറച്ച് പൈസ ലോണായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പതുക്കെ കാലക്രമേണ അതിന് കുറച്ച് അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് NPA ആയി മാറും. ബാങ്ക് ലോൺസ് NPA ആയി മാറും. സോ നോൺ പെർഫോമിംഗ് അസറ്റായി മാറും. ഫസ്റ്റ് തന്നെ NPA ആവില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് അതായത് 90 ദിവസത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കാതെ വരുമ്പോൾ, അതായത് ഓവർ ഡ്യൂ ചെയ്ത് വരിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുക ഒന്നും ചെയ്യാതെ ആ ലോണ് നമ്മൾ തിരിഞ്ഞു നോക്കാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് NPA ആയി മാറും. സോ അത് ബാങ്കിനൊരു ലോസാണ്. NPA ആവുന്നത്, ലോൺസ് NPA ആവുന്നത് ബാങ്ക്സിന് ലോസാണ്. സോ അത് കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ്റും RBIയും കൂടി മെഷേഴ്സ് ഉണ്ടാക്കിയതും അതേപോലെ കഴിഞ്ഞ 8 വർഷമായിട്ട് അവരത് ബ്രിങ് ഡൗൺ ചെയ്യുകയും ചെയ്തു. 8,60,369 കോടി രൂപയുടെ NPA ആയി കിടന്ന ലോൺസാണ് അവർക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. സോ ഗവൺമെൻറ്റും RBIയുമാണ് റിക്കവർ ചെയ്തത് ബാഡ് ലോൺസ് വർത്ത് ഓവർ 8.6 lakh crore ഇൻ ലാസ്റ്റ് 8 ഫിസിക്കൽ ഇയേഴ്സ്. കഴിഞ്ഞ 8 ഫിസിക്കൽ ഇയേഴ്സായിട്ട് അത്രയും കോടി രൂപ അവർ റിക്കവർ ചെയ്തെടുത്തു. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജ് വിനീത് ശരൺ അപ്പോയിൻറ്റഡ് BCCI ഓംബുഡ്സ്മാൻ എത്തിക്സ് ഓഫീസർ. അപ്പോൾ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജായ വിനീത് ശരൺ BCCI ഓംബുഡ്സ്മാനും അതേപോലെ എത്തിക്സ് ഓഫീസറുമായിട്ട് അപ്പോയിൻ്റ് ആയിരിക്കുകയാണ്. അപ്പോയിൻറ്റഡ് ആയിരിക്കുകയാണ്. സോ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജ് വിനീത് ശരണിനെയാണ് BCCI ഓംബുഡ്സ്മാനും എത്തിക്സ് ഓഫീസറുമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിക്കാം. ദ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ഹാസ് അപ്പോയിൻറ്റഡ് റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജ് ജസ്റ്റിസ് വിനീത് ശരൺ ആസ് ദ ഓംബുഡ്സ്മാൻ ആൻഡ് എത്തിക്സ് ഓഫീസർ. The position has been lying vacant for more than a year after Justice D.K. Jain's tenure ended in June 2021. സോ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജായ വിനീത് ശരനെ BCCI ഓംബുഡ്സ്മാനും എത്തിക്സ് ഓഫീസറുമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. സോ ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.